ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണ് ഒരു മെയിൻ ടോപ്പിക്കിലാണ് കേട്ടോ. കുറേ മുന്നേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളെ വീട്ടിൽ ഉള്ളി വെളുത്തുള്ളി എന്താണ് ആരും യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണേ. എന്താ ഉള്ളി വെളുത്തുള്ളി ഞങ്ങൾ എന്താ നിർത്തിയത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തിനാണ് നിർത്തിയത്, പിന്നെ എന്തിനാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങത്തെ പറഞ്ഞുതരാം, നിർത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ വന്നിട്ട് എനിക്ക് 2 വർഷം ആവാനായി ഉത്തർപ്രദേശിൽ വന്നിട്ട്. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ എല്ലാവരും ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഈ വീട്ടിൽ. പിന്നെ എന്താ പറയുക, ഉണ്ടാക്കലും ഉണ്ടായിരുന്നു ഇവിടെ. ഉള്ളി വെളുത്തുള്ളിൻ്റെ കറി ഉണ്ടാക്കുക, പിന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ 1 വർഷം മുമ്പേ ആണ് ഉള്ളി വെളുത്തുള്ളിയൊക്കെ വീട്ടിലുണ്ടാക്കാൻ നിർത്തിയത്. പുറത്തുനിന്നൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവം പൊക്കോട വാങ്ങുക, അല്ലെങ്കിൽ എന്ത് പാനിപ്പൂരിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി കൊണ്ടുവരിക, അപ്പോൾ അങ്ങനെ കഴിക്കും. അച്ഛനമ്മ പിന്നെ ഇവിടെ നിൽക്കുന്ന അച്ഛൻ്റെ സഹോദരി ഓരോ ഒഴികെ ബാക്കി എല്ലാവരും ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിക്കലുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും കഴിക്കലുണ്ടായിരുന്നു ആദ്യം 1 വർഷം മുമ്പേ വരെ ഒക്കെ കഴിച്ചോണ്ട് നിന്നതാണ്. ഇപ്പോഴാണ് 1 വർഷമായിട്ട് ഒരു നിർത്തി വെക്കാൻ കാരണം എന്താ അറിയോ, ഇവിടെ ഒരു ഫേമസ് അമ്പലമാണ് ബാഗേശ്വർ ധാം സർക്കാർ. അപ്പോൾ ബാഗേശ്വർ ധാം സർക്കാർ എന്ന് പറയുമ്പോൾ ഹനുമാൻജിയുടെ അമ്പലമാണ് കേട്ടോ. വലിയൊരു എന്താ പറയുക അമ്പലമാണ്, ഫേമസ് അമ്പലമാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് അറിയലുണ്ടാവും ബാഗേശ്വർ ധാം സർക്കാർ ബാഗേശ്വർ ധാം അമ്പലത്തിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയലൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ ഡിസൈഡ് ചെയ്തത്, അച്ഛനമ്മയൊക്കെ ഡിസൈഡ് ചെയ്തത് ഉള്ളി വെളുത്തുള്ളി കഴിക്കൂല എന്നൊക്കെ. വീട്ടിലുണ്ടാക്കൽ നിർത്തിയെന്നും എല്ലാവരും പുറത്തുനിന്നൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ഇന്ന്. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ, ഞാനിപ്പോൾ ഇപ്പുറത്തേക്ക് വീട് മാറിയപ്പോൾ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറിയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ അറിയോ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഉള്ളി വെളുത്തുള്ളി. അങ്ങനല്ല, ലൈഫ് വലിയൊരു ലൈഫാണ്. നമുക്ക് എന്താ ഇങ്ങനെ ഡെയിലി നമുക്ക് ഒരേ സാധനം ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്തൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ചെയ്യുകയാണെങ്കിൽ നല്ല എന്താ പറയുക 100% കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒഴിവാക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിനെ എന്താണ് ഈ മാഗി മസാല ഒക്കെ യൂസ് ചെയ്യലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതിലും ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ. ശരിയാണ്. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ പുറത്തത്തെ 90% സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ഉള്ളി വെളുത്തുള്ളി കഴിക്കില്ല എന്നൊക്കെ പറയുള്ളൂ. പുറത്തുനിന്നൊക്കെ മസാല വാങ്ങണതൊക്കെ അതിൽ ഏകദേശം ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ തീരുമാനിച്ച് ഞാൻ ഉള്ളി വെളുത്തുള്ളി നിർത്തൂല എന്നൊക്കെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ എല്ലാവരും കഴിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് കൊടുക്കും, കഴിക്കുന്നവരെ കണ്ട് അപ്പോൾ ഒരു കഴിക്കും കേട്ടോ. എന്താ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമല്ല കൊടുക്കണം എന്നൊക്കെ കേട്ടോ. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അപ്പുറത്ത് ഡെയിലി കൊടുക്കലുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല, എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെയാണ്. എന്താണ് ബാഗേശ്വർ ധാം അമ്പലത്തിലേക്ക് പോയതിന് ശേഷമാണ് ഇവിടെ നിർത്തിയത് എല്ലാവരും ഉള്ളി വെളുത്തുള്ളി. വേറെ ഒരു റീസണും അല്ല. ഇപ്പോൾ കഴിക്കാനൊക്കെ തുടങ്ങി. അച്ഛനും കഴിക്കാൻ തുടങ്ങി. അമ്മ മാത്രമാണ് ഇപ്പോൾ കഴിക്കാത്തത്. അച്ഛൻ കഴിക്കും, പക്ഷേ ചൊവ്വാഴ്ച കഴിക്കൂല, ശനിയാഴ്ച കഴിക്കൂല. ചൊവ്വാഴ്ച ശനിയാഴ്ച ഹനുമാൻജിയുടെ ദിവസങ്ങളാട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ചയും ശനിയാഴ്ച കഴിക്കൂല. അപ്പോൾ അതാണ് റീസൺ എന്തിനാണ് സംഭവം ഉള്ളി വെളുത്തുള്ളി നിർത്തിയതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിണ്ടാവും. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ എനിക്ക് കുറേ മുന്നേ. ഞാൻ ഈദിൻ്റെ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഈദിൽ നോമ്പിന് ഞാൻ അന്ന് റംസാൻ മാസത്തിൽ ഞാനൊരു നോമ്പ് നോറ്റിരുന്നു. അപ്പോൾ നോമ്പ് നോറ്റപ്പോൾ അങ്ങനെ ഞാൻ അന്ന് നോമ്പ് നോറ്റതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാൻ നോമ്പ് നോറ്റിയത് 2 നോമ്പ് നോറ്റിയിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയത് 1 നോമ്പിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്ത കാരണം എന്താ അറിയോ,
നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്തത് അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തതാണ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സിമ്പത്തിക്ക് വേണ്ടി അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഡേ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തതാണ്. ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ നോമ്പൊക്കെ നോറ്റിന്ന് കേട്ടോ. ഒരു രസമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പലരും എന്താണ് പല കമൻറ്റ്സ് ചെയ്തിരുന്നു, റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോന്നൊക്കെ. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഇല്ലേന്ന് എനിക്ക്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനും അല്ല ഞാൻ നോമ്പ് നോറ്റത്. ഇത് എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരാൾ കമൻറ്റ് ചെയ്തത് എന്താ അറിയോ, എന്താണ് വെളുത്തുള്ളി അടുക്കളയിൽ ഇരുന്നിട്ട് കഴിക്കണ്ടേ, ഉളുപ്പില്ല എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ കമൻറ്റ് ചെയ്തത് നെഗറ്റീവ് രീതിയിൽ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സംഭവം ഉള്ളി കഴിച്ച് ഒരു നിർത്തി, അതും ഒരു വർഷം വരെ കഴിഞ്ഞ ഒരു വർഷം വരെ കഴിച്ചുകൊണ്ട് നിന്നതായിരുന്നു. പിന്നെ ഒരു വർഷമായിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ ഉള്ളി കഴിച്ചെന്ന് വെച്ച് പുറത്ത് സംഭവം എനിക്ക് അന്നേരം സംഭവം അകത്ത് മക്കളൊക്കെ ഉറങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് അകത്താണെങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഓണാക്കി ഫുഡ് കഴിക്കാൻ പറ്റൂല. കാരണം ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രോബ്ലം ആവും. പിന്നെ ഹസ്ബൻഡ് ഉള്ളിന്ന് ഓരോ കുട്ടികൾ നോക്കാൻ. അപ്പം അതുകൊണ്ടാണ് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ എങ്ങനെ അകത്ത് ഇരുന്നിട്ട് കഴിക്കുക, സംഭവം മക്കളെ ഉണറും അതൊക്കെ ഒരു പേടിയെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി. പിന്നെ ഹാളിലൊക്കെ ഇരുന്ന് കഴിക്കാനും പേടി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ഫുഡ് കഴിച്ചത് അന്നേരം. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഉള്ളി ഉണ്ടായിരുന്നു. ഈ ഉള്ളിയൊക്കെ ഞാൻ പുറത്തുനിന്ന് രാത്രി വാങ്ങിച്ച് വെച്ചതായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പുലർച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്കിഷ്ടമാണ് ഉള്ളിയൊക്കെ. ഉള്ളി കഴിക്കുമ്പോൾ സംഭവം ചോറ് കഴിക്കുമ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ സലാഡ് പോലെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിന് പിന്നെ ഞാൻ കഴിച്ചത്. അപ്പോൾ നിങ്ങൾ എന്നെ പറയണത് ഞാനിങ്ങനെ അടുക്കളയിൽ ഉള്ളി കഴിച്ചെന്ന് വിചാരിച്ച് എനിക്കെന്താ സംഭവം ഒരു ഉളുപ്പില്ലാത്ത. അപ്പോൾ ഇതിലെന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്നാലും എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കത് ഒന്നും ആയിട്ട് തോന്നിയില്ല, നെഗറ്റീവായിട്ട് തോന്നിയില്ല. കാരണം എല്ലാവരും കഴിച്ചുകൊണ്ട് നിന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ടാണ് ഒരു നിർത്തി വെച്ചിന്. അതുകൊണ്ടാണ് എനിക്കത്ര ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇനി. അപ്പം ഞാൻ കഴിച്ച്. പിന്നെ എന്താ പറയുക, അടുക്കളയിൽ അല്ലെങ്കിൽ ഒരുപാട് വെളുത്തുള്ളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സംഭവം മാഗി മസാല ഉണ്ടാവും, ചിക്കൻ മസാല ഉണ്ട്, പിന്നെ മീറ്റ് മസാല അതൊക്കെ ഉണ്ടാവും, പനീർ മസാല ഉണ്ടാവും, വെറൈറ്റി മസാലയൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ വെളുത്തുള്ളിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കിച്ചണിൽ ഓൾറെഡി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അഥവാ അത്രയും ക്ലീൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫുൾ മസാല ഒക്കെ മാറ്റണം. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ കഴിച്ച് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ കുറേ പേര് കമൻറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് മാത്രം ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വെളുത്തുള്ളിയൊക്കെ വാങ്ങിയിട്ടോ. വെളുത്തുള്ളി യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല രസമാട്ടോ. ഫുഡിന് കഴിക്കാൻ കറിയൊക്കെ ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ ഇപ്പോൾ തോന്നല്. എൻ്റെ വിശ്വാസം എന്താ അറിയോ, വെളുത്തുള്ളി എല്ലാം നിർത്തി വെക്കേണ്ടത് മനസ്സ് നന്നാക്കിയാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. മനസ്സ് നല്ലതാണെങ്കിൽ നമ്മളെ ദൈവം വെളുത്തുള്ളി ഒന്നും നോക്കൂല, മനസ്സാണ് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ അതും കൂടി കമൻറ്റിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. കാരണം ചിലർ വിചാരിക്കാവും വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മോള് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയിണ്ടാവുക. അപ്പോൾ അതൊന്നുമല്ല, റീസൺ വെളുത്തുള്ളി ഒന്നുമല്ല. റീസൺ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷേ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.